നമസ്കാരം. ഫോർട്ടിക്ക ന്യൂസിലേക്ക് സ്വാഗതം. അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി പല രാഷ്ട്രീയ കുതന്ത്രങ്ങളും പയറ്റുന്നവരാണ് ബി. അത്തരത്തിലുള്ള കുതന്ത്രങ്ങളിലൂടെയാണ് ബി മഹാരാഷ്ട്രയിൽ അധികാരത്തിലെത്തിയത്. മാത്രമല്ല, സ്വന്തം കാര്യം നേടാൻ ബി ഏത് വഴിയും സ്വീകരിക്കും. പിന്നീട് തന്റെ കാര്യം കഴിഞ്ഞാൽ കറിവേപ്പിലയുടെ വില പോലും നൽകാതെ പുറന്തള്ളുകയും ചെയ്യും. അങ്ങനെ ബി കുഴിച്ച കെണിയിൽ വീണ ഒരാളാണ് ഏക്നാഥ് ഷിൻഡെ. മഹാരാഷ്ട്രയിൽ ഭരണം കൈക്കലാക്കാൻ ബി ഷിൻഡെ വിഭാഗത്തെ ആവശ്യമായിരുന്നു. പിന്നീട് ബി ആവശ്യം കഴിഞ്ഞപ്പോൾ കറിവേപ്പിലായി മാറ്റിയിരിക്കുകയാണ് ഏക്നാഥ് ഷിൻഡെയും. എന്നാൽ ബി ഈ നിലപാടുകളിൽ മഹാരാഷ്ട്രയിൽ സഖ്യത്തിനകത്ത് പ്രശ്നങ്ങൾ ഉടലെടുക്കുകയാണ്. അത്തരത്തിൽ മഹായുതി സഖ്യത്തിൽ ഭിന്നതകൾ രൂക്ഷമാകുന്ന റിപ്പോർട്ടുകളാണ് കുറച്ച് ദിവസങ്ങളായി പുറത്തു വന്നിരുന്നത്. ആ ഭിന്നതകളുടെ ഭാഗമായി സർക്കാർ പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ഉപമുഖ്യമന്ത്രിയും ശിവസേന നേതാവുമായ ഏക്നാഥ് ഷിൻഡെ. മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് പങ്കെടുത്ത 3 പരിപാടികളിൽ നിന്നാണ് ഷിൻഡെ വിട്ടുനിന്നിരിക്കുന്നത്. താനെ ജില്ലയിലെ ബദ്ലാപൂരിൽ ഛത്രപതി ശിവാജി മഹാരാജാവിന്റെ പ്രതിമയുടെ ഉദ്ഘാടനം, ചരിത്രപ്രസിദ്ധമായ ആഗ്ര കോട്ടയിൽ മറാത്ത രാജാവിന്റെ ജന്മവാർഷികാഘോഷം, അംബേഗാവ് ബുദ്രുകിലെ ശിവസൃഷ്ടി തീം പാർക്ക് 2ാം ഘട്ടത്തിലെ ഉദ്ഘാടനം എന്നീ പരിപാടികളിലാണ് ഷിൻഡെ പങ്കെടുക്കാതിരുന്നത്. അതേസമയം കഴിഞ്ഞ വർഷം നവംബറിലാണ് 288 നിയമസഭാ സീറ്റുകളിൽ 230 സീറ്റും നേടി ബി എൻസിപിയും ശിവസേനയും ചേർന്നുകൊണ്ടുള്ള മഹായുതി സഖ്യം സംസ്ഥാനത്ത് അധികാരം നേടിയത്. എന്നാൽ മഹാരാഷ്ട്രയിൽ അധികാരം കൈക്കലാക്കിയെങ്കിലും മഹായുതി സഖ്യത്തിനകത്ത് പല പ്രശ്നങ്ങളും നിലനിന്നിരുന്നു. മുഖ്യമന്ത്രി പദവുമായി ബന്ധപ്പെട്ട് ദേവേന്ദ്ര ഫഡ്നാവിസും ഏക്നാഥ് ഷിൻഡെയും തമ്മിൽ ഭിന്നതകൾ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി പദവി നൽകാത്തതുമായി ബന്ധപ്പെട്ട് തന്റെ അതൃപ്തി ഷിൻഡെ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഉപമുഖ്യമന്ത്രി പദവും പ്രധാന വകുപ്പും നൽകി ഷിൻഡെയെ ഒതുക്കുകയായിരുന്നു അന്നവർ ചെയ്തിരുന്നത്. സഖ്യത്തിലെ ഭിന്നതകൾ മൂലം ഫഡ്നാവിസ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിട്ടും മന്ത്രിമാരെ തീരുമാനിക്കുന്നത് വരെ അനന്തമായി നീണ്ടു നിൽക്കുകയുമുണ്ടായി. മാത്രമല്ല, റായ്ഗഡിലെയും നാസിക്കിലെയും രക്ഷാകർത്ത മന്ത്രി സ്ഥാനങ്ങളെ ചൊല്ലി ബി ഷിൻഡെയും തമ്മിലുള്ള തർക്കം ഇപ്പോഴും തുടരുകയാണ്. കൂടാതെ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പ് ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയിലെ 20 MLA-മാരുടെ വൈ കാറ്റഗറി സുരക്ഷ പിൻവലിക്കുകയും ചെയ്തു. ഇതോടുകൂടി ഷിൻഡെ വിഭാഗം MLA-മാർ ബി തിരിയുകയായിരുന്നു. എന്തായാലും സഖ്യകക്ഷികൾക്കിടയിൽ ഭിന്നതകൾ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഭരണം കൈവിടാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല.